യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബ്രേക്കർ ബ്ലോക്ക് പ്ലസ് FEG എന്നുള്ളൊരു ടേമാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്താണൊരു ബ്രേക്കർ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എന്താണൊരു ഡിമാൻഡ് ബ്രേക്കർ എന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്ക് ഒരു ഡൗൺ ട്രെൻഡിലാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത് ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺ ട്രെൻഡിൽ ലാസ്റ്റ് പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു, നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ സമയത്ത് നമുക്കിവിടെ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ഓർഡർ ബ്ലോക്കിനെ പ്രൈസ് തിരിച്ചെന്ത് ചെയ്തു, മേലോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മളിതൊരു 1 hour ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ബ്രേക്ക് 1 hour ക്യാൻഡിൽ ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താവും, ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ തിരിച്ച് പ്രൈസ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു മൂവ്മെൻറ്റ് മേലോട്ടേക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ലാസ്റ്റ് സപ്ലൈ എന്ത് ചെയ്തു, പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഇനി അതെന്ത് ചെയ്യും, ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്കർ പ്ലസ് FEG എന്നുള്ള ടൈം എങ്ങനെ വരുന്നത് വെച്ചാൽ, ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂടായിട്ട് ഒരു FEG കൂടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്രേക്കറിനോട് അലൈൻഡ് ആയിട്ട് ഒരു FEG ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഒന്നും കൂടി പവർഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഹയർ പ്രോബിൾ ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കും, അതൊന്ന് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു സപ്ലൈ ബ്രേക്കർ ബ്ലോക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രൈസ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു അപ്പ് ട്രെൻഡിലാണ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇമാജിൻ. ഓക്കെ, അപ്പോൾ അപ്പ് ട്രെൻഡിൽ പ്രൈസ് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു മൊമെൻറ്റം ഷിഫ്റ്റ് കിട്ടി. ഓക്കെ, പ്രൈസ് അപ്പ് ട്രെൻഡിൽ മേലോട്ടേക്ക് പോയിരുന്നു, പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ഇവിടെ ഒരു ബ്രേക്ക് മേലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടെക്നിക്കലി എന്താണ്, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് പ്രൈസ് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു സപ്ലൈ ബ്രേക്കർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഡിമാൻഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഹയർ പ്രോബിൾ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു FEG ഇതിന് ഇൻസൈഡായിട്ട് നമുക്ക് ഇതിനോട് അലൈൻഡ് ആയിട്ട് ഒരു FEG കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ഹയർ പ്രോബബിലിറ്റി സപ്ലൈ ആണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഹയർ പ്രോബബിലിറ്റി ബ്രേക്കറാണ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തൊരു എക്സാമ്പിൾ നിഫ്റ്റിയിലെ ഒരു 1 hour ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റിയിൽ ഈ 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും, പ്രൈസ് ലോവർ ഹൈ രീതിയിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ലാസ്റ്റത്തെ ആ ഒരു സപ്ലൈ ആയിരുന്നു ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്തായിരുന്നു, പ്രൈസ് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് റിയാക്ട് ചെയ്യും എന്നായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, നേരെ മേലോട്ടേക്ക് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. കണ്ടില്ല, തിരിച്ചത് വന്നിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, മേലോട്ടേക്ക് പോയി. അപ്പോൾ ഈ 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇവിടെ ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത സമയത്ത് തിരിച്ച് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി എടുക്കാം. സ്വിംഗ് ലോൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം, സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ ഹയർ പ്രൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു 1 hour ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിട്ടുള്ള ബ്രേക്കറാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 5 minutes കൺഫർമേഷൻ നോക്കിയിട്ടും എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. സോ നമുക്കിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, 5 minutes കൺഫർമേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആ ഒരു സോണിലേക്ക് വരുന്നത് 5 minutes നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ, പ്രൈസ് ഈ ഒരു സോണിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റിൽ നോ കൺഫർമേഷൻ, ജസ്റ്റ് നോക്കാം. നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, അടുത്തൊരു സ്ട്രക്ചർ വീണ്ടും താഴോട്ടേക്ക് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടുന്ന് പ്രൈസ് ലോവർ ലോ, ലോ ഹൈ, ലോവർ ലോ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത്, ഓക്കെ, ഈ ഏരിയ നമുക്കിവിടെ സപ്ലൈ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിന് മേലെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ബ്രേക്കർ ബ്ലോക്ക് ആവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. പക്ഷെ അങ്ങോട്ടേക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഓൾറെഡി
ഹയർ ടൈം ഫ്രെയിമിലൊരു ബ്രേക്കർ ബ്ലോക്ക് നിന്ന് റിയാക്ട് ചെയ്തത്. സോ ചില സമയത്ത് കൺഫർമേഷൻ തന്നിട്ട് എൻട്രി വരാതെ പോവാം. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ലാസ്റ്റ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ദെൻ ലാസ്റ്റ് സപ്ലൈന് എന്ത് ചെയ്തു, പ്രൈസ് ബ്രേക്ക് ചെയ്തു. സോ ഇതൊരു ഡിമാൻഡ് ബ്രേക്കർ ബ്ലോക്ക് ആയിരുന്നു. തിരിച്ചങ്ങോട്ടേക്ക് വരികയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, അവിടെ എൻട്രി പ്ലാൻ ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ തന്നെയാണ്. ഓക്കെ, ഓക്കെ, സോ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നിഫ്റ്റിയിൽ. ഓക്കെ, ഇവിടെ നമുക്കൊരു ഹവർലി ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പ്രൈസ് വന്ന് റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇവിടുന്ന് പ്രൈസ് കൺഫർമേഷൻ തന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം സോണിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡ് സോൺസ്, ഓക്കെ, അത് ഓർഡർ ബ്ലോക്ക് ആവാം, ബ്രേക്കർ ബ്ലോക്ക് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ വാട്ട് എവർ നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള സപ്ലൈ ഓർ ഡിമാൻഡ്സ്, ഈവൻ FVG ഒക്കെ ആവാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ ഒരു മൊമെൻ്റ് ഷിഫ്റ്റ് മേലോട്ടേക്ക് കിട്ടിയ സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡായിരുന്നു. ഓക്കെ, സോ നമുക്കിവിടെ 1 hour സോൺ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, 5 minute കൺഫർമേഷൻ നോക്കാം. ഓക്കെ, ലെറ്റ് സി എങ്ങനെയാണ് പ്രൈസ് അവിടെ 5 minute നമുക്ക് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് പ്രൈസ് ഡൗൺ ട്രെൻഡിലാണ് പ്രൈസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, ലോവർ ലോ, ലോവർ ഹൈ എന്നുള്ള രീതിയിലാണ്. ഇനി ഇവിടെ ഒരു ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മേ ബി എന്ത് ചെയ്യാം, ഒരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഈ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതായിരുന്നു നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ബ്രേക്ക് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള. ഓക്കെ, ഈ ഒരു ബ്രേക്ക് വന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു ബ്രേക്ക് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ദിസ് വൺ. ഓക്കെ, ഇതിന് മേലെ എന്ത് ചെയ്തു, പ്രൈസ് ബ്രേക്ക് ചെയ്തു. നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ക്ലിയറായിട്ട് ഈ ഒരു ക്യാൻഡിൽ അതിന് മേലെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു ബ്രേക്കോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഡിമാൻഡ് കൺഫേമായി, സപ്ലൈ ഫെയിലായി, ഡിമാൻഡ് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറി. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, റീടെസ്റ്റിൽ എൻട്രി എടുക്കാം. പിന്നെ ഇതൊരു ഹയർ പ്രോബബിലിറ്റി ബ്രേക്കർ ബ്ലോക്കാണ്. നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ കൂടെ ആ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത് അതിനോട് അലൈൻഡ് ആയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു FVG കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതൊരു ഹയർ പ്രോബബിലിറ്റി കേസാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ബ്രേക്കറിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, സ്വിങ്ങിലൂടെ താഴെ കീപ്പ് ചെയ്യാം. ആൻഡ് ഹയർ പ്രൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. കാണും പ്രൈസ് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് അവിടുന്ന് ഒരു മൂവ്മെൻറ്റ് തന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബ്രേക്കർ ബ്ലോക്സ് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് 2 എക്സാമ്പിൾസ് സ്റ്റോക്സിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാറ്റ സ്റ്റീൽ എന്നുള്ള സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ ഹവർലി ടൈം ഫ്രെയിം. ഓക്കെ, സോ നമുക്ക് ഏറ്റവും റീസെൻ്റ്ലി ടാറ്റ സ്റ്റീൽ നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ മേലോട്ടേക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലി ഈ ഒരു ഏരിയ നമുക്കൊരു ഡിമാൻഡാണ്. കണ്ടോ, ഈ ഡിമാൻഡ് പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു 1 hour ടൈം ഫ്രെയിമിൽ. സോ ഇത് നമ്മുടെ ഒരു സപ്ലൈ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറി. കണ്ടില്ല, നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു, അത് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഈ 1 hour സോണിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 5 minute കൺഫർമേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, താഴോട്ടേക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് എടുക്കാം. കാരണം ഈ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് ഒരു FVG കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹയർ പ്രോബബിലിറ്റി ബ്രേക്കർ ബ്ലോക്കാണ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ. ഓക്കെ,
യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് അഗെയിൻ ഒരു 1 hour ടൈം ഫ്രെയിമിലാണ്. പ്രൈസ് നമുക്ക് കാണാം. നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ എന്ത് ചെയ്തു, താഴോട്ടേക്ക് തന്നു. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കോട് കൂടിയിട്ട് നമുക്കിവിടെ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഫോം ആവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു മൂവ്മെൻറ്റ് താഴോട്ടേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ച്, പ്രൈസ് എന്ത് ചെയ്തു, മേലോട്ടേക്ക് ബ്രേക്ക് വന്നു. ഓക്കെ, നമുക്ക് മേലോട്ടേക്ക് എന്ത് ചെയ്തു, ബ്രേക്ക് വന്നു. സോ എന്തായിട്ട് മാറി, ഒരു ബ്രേക്കർ ബ്ലോക്ക് ഡിമാൻഡായിട്ട് മാറി. തിരിച്ച് പ്രൈസ് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അവിടെ നിന്ന് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് പ്രൈസ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ഏരിയ ഒരു പവർഫുൾ ബ്രേക്കർ ബ്ലോക്കും കൂടെ ആയിരുന്നു. കാരണം ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇതിൻ്റെ ഇൻസൈഡായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു FVG ഉണ്ടോ, ഇവിടെ നമുക്കൊരു FVG ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിൽ. സോ ഇതിൻ്റെ ഇടയിൽ വരുന്ന 1 2 3 ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാം, FVG ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ 3 ക്യാൻഡിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് എന്തുണ്ട്, FVG ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, ഈ തേർഡ് ക്യാൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, FVG ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഒരു പവർഫുൾ ഡിമാൻഡ് സോൺ ആയിരുന്നു. ഓക്കെ, പ്രൈസ് തിരിച്ചവിടെ നിന്ന് വന്നിട്ടാണ് എന്ത് ചെയ്തത്, റിയാക്ട് ചെയ്ത് പോയത്. ഓക്കെ, സോ മേ ബി നമുക്ക് അവിടെ കൺഫർമേഷൻ ലോ ടൈം ഫ്രെയിമിൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം, എങ്ങനെയാണ് അവിടെ ലോ ടൈം ഫ്രെയിമിൽ പ്രൈസ് റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കും 5 minutes. ലെറ്റ്സ് സീ, നമുക്ക് കാണാൻ പറ്റും പ്രൈസ് അവിടെ സ്റ്റിൽ ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് പ്രൈസ് ഉണ്ടായത്. ഓക്കെ, എന്ന് വെച്ചാൽ പ്രൈസ് ഇതുവരെ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, നമുക്ക് കാണാം ഇവിടുന്ന് പ്രൈസ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. പ്രൈസ് വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ ഒരു ലോവർ ലോ ഉണ്ടാക്കി. അപ്പോൾ ഈ ലോവർ ലോ ഉണ്ടാക്കിയ സമയത്തുണ്ടായിട്ടുള്ള ഈ ഒരു സപ്ലൈ ഇത് ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്ക് പ്രൈസ് റിയാക്ട് ചെയ്ത് താഴോട്ടേക്ക് വരും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ പ്രൈസ് എന്താണ് അവിടെ സംഭവിച്ചത് നോക്കാം നമുക്ക്. പ്രൈസ് എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. സോ നമുക്ക് ജസ്റ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ലെറ്റ്സ് സീ, ഇതായിരുന്നു ഓർഡർ ബ്ലോക്ക്. അതിൻ്റെ മേലെ എന്ത് ചെയ്തു, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലോങ് എൻട്രി എടുക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോങ് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ബിലോ ആൻഡ് ഹയർ പ്രൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, കാണാനും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്കർ ബ്ലോക്സ് ട്രേഡ് ചെയ്യുക. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് എന്ത് ചെയ്യാം, വേറെ പേഴ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിനുവേണ്ടി ഫസ്റ്റ് നമുക്കൊന്ന് EURUSD ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ EURUSD നമ്മളിവിടെ 1 hour ടൈം ഫ്രെയിം തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ ഒരു ഓക്കെ പ്രൈസ് ഓൾറെഡി ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ഒരു ഡിമാൻഡ് ഏരിയ എന്നാണ്. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് പ്രൈസ് വരുന്നത് നോക്കിയാൽ മതി. പ്രൈസ് ഡൗൺ ട്രെൻഡ് ആയിട്ടാണ് വരുന്നത്. ലോവർ ലോ, ലോ ഹൈ, ദെൻ ലോവർ ലോ, ദെൻ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് ഈ ലാസ്റ്റ് ഉണ്ടായിരുന്ന സപ്ലൈ എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്തത്, ഒരു ബ്രേക്ക് വന്നത്. ഓക്കെ, ഈ ബ്രേക്ക് വിത്ത് ബോഡി അല്ല എന്നുണ്ടെങ്കിലും ഇതൊരു സപ്ലൈ സോണാണ്. എന്ന് വെച്ചാൽ ലോവർ പ്രോബിലിറ്റി, നമ്മൾ ബ്രേക്ക് ബോഡി ക്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഹയർ പ്രോബിലിറ്റി സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്കറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് ആ ഒരു ലോ പ്രോബിലിറ്റി സപ്ലൈ സോൺ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു, ബ്രേക്കർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്തു. സോ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, തിരിച്ച് അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് എന്നാണ് എന്ത് ചെയ്തത്, പ്രൈസ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തത്,
മൂവ് ചെയ്തത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് എല്ലാ മാർക്കറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ പ്രൈസ് എങ്ങനെയാണ് ലോ ടൈം ഫ്രെയിം റിയാക്ട് ചെയ്ത് എന്നും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, ഇത് 1 hour സോൺ ആയതുകൊണ്ട് നമ്മൾ 5 മിനിറ്റിലാണ് എന്ത് ചെയ്യുക കൺഫർമേഷൻ നോക്കുക. സോ നമ്മുടെ കാണാൻ പറ്റും പ്രൈസ് ഇതാണ് നമ്മളെ ആ ഒരു ഹവർലി സോൺ. ഓക്കെ, ഈ ഒരു ഹവർലി സോണിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് നമുക്ക് കാണാം പ്രൈസ് ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ബ്രേക്ക് വന്നത് ഈ ഒരു പോയിൻ്റിൽ നിന്നാണ്. ലെറ്റ്സ് സീ. ഓക്കെ, ഇത് ലാസ്റ്റ് ലോവർ ലോ, ദെൻ പ്രൈസ് എന്ത് ചെയ്തു ഇവിടുന്ന് ഒരു ലോവർ ഹൈ, ദെൻ വീണ്ടും എന്ത് ചെയ്തു ലോവർ ലോ. ഈ ഒരു മൂവ്മെൻറ്റ് ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോ വന്നു, ശേഷം എന്ത് ചെയ്തു പ്രൈസ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു ബ്രേക്കോട് കൂടിയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു ഓൾഡ് ബേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിമാൻഡായിട്ട് എന്ത് ചെയ്യാം മാറും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്യാൻഡിൽ എന്ത് ചെയ്തു ഇതിന് മേലെ ക്ലോസ് ചെയ്തു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസ് ഫുള്ളായിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻട്രി നോക്കിയാലും ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഉണ്ടോ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്തത് ക്ലോസിങ് വന്നത്, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ദിസ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് ലോങ് എൻ്റർ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ബിലോ സ്വിങ് ലോ ആൻഡ് ഹയർ പ്രൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ടാർഗറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. കാണാറ്റും പ്രൈസ് ആ ഒരു സെറ്റപ്പ് എന്ത് ചെയ്തു കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. സോ നമ്മളെപ്പോഴും ബ്രേക്കറിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യരുത്. കണ്ടോ ഈ ഒരു നമ്മളിവിടെ ഈ ഒരു ബ്രേക്കറിൻ്റെ താഴെ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവും സ്റ്റോപ്പ് ലോസ് ഇട്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക സ്വിങ് ലോയുടെ താഴെ, അതാണ് ഏറ്റവും സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എല്ലാ ഇതിലും ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക പ്രോപ്പറായിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. സോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ, ബൈ.